സദ്യക്ക് കിട്ടുന്ന പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് മിക്സിയിലിട്ട് അടിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ്, 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് പൈനാപ്പിൾ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം തന്നെ വേവിച്ചെടുക്കണേ. പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഒരു 3 സ്പൂൺ ശർക്കര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം വറ്റി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കണം. ഒരു 1/2 കപ്പ് തേങ്ങ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും 1/2 സ്പൂൺ കടുക് ചതച്ചതും 3 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/2 കപ്പ് തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിക്കണം. കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയാണ് താളിച്ച് ചേർക്കുന്നത്. കറിയുടെ ചൂടൊന്ന് ആറി വരുമ്പോൾ മുന്തിരി കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി.